പ്രൈസ് ദി ലോർഡ്. എന്നെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ എല്ലാ ദൈവജനത്തിനും ക്രിസ്തയേശുവിൻ്റെ നാമത്തിലുള്ള വിനീതമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. അനുഗ്രഹീതമായ ദിവസം ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ. കർത്താവിനോട് നന്ദിയുള്ളവരായും കർത്താവിൻ്റെ നാമത്തിന് മഹത്വം വരുമാറ് ജീവിപ്പാൻ നമുക്കെല്ലാവർക്കും ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നാം കത്തെഴുതി അവസാനിപ്പിക്കുമ്പോൾ വിശ്വസ്തയോടെ എന്ന് ചേർക്കാറുണ്ട്. ഈ വാക്കിൻ്റെ മൂലപദത്തിൻ്റെ അർത്ഥം മെഴുകില്ലാതെ എന്നാണ്. കൊത്തുപണികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ശില്പികൾ പണിക്കിടയിൽ എന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടായാൽ ആ ഭാഗം മെഴുകു വെച്ച് മറയ്ക്കുമായിരുന്നു. പണി പൂർത്തിയായ ശില്പങ്ങളിൽ മെഴുകു ചേർത്തിട്ടുണ്ടോ ഇല്ലയോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ മൂല്യം കണക്കാക്കിയിരുന്നത്. പ്രമുഖ ശില്പികൾ തങ്ങളുടെ ശില്പങ്ങൾ മെഴുകില്ലാത്തവ എന്ന് പരസ്യപ്പെടുത്തുമായിരുന്നു. മെഴുകില്ലാത്ത ഒരു ശില്പം പൂർണ്ണതയുടെയും വിശ്വസ്തതയുടെയും അടയാളമായിരുന്നു. നാം കർത്താവിനോടും മറ്റുള്ളവരോടുമുള്ള ബന്ധം എത്രത്തോളം വിശ്വസ്തയോടെയാണ് കാത്തു സൂക്ഷിക്കുന്നത്. ഈ ചിന്ത ഹൃദയത്തെ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് ദൈവദിനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം 7-8 വാക്യങ്ങൾ. വിരോധി നമ്മെക്കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃയാക്കി കാണിക്കാം. ഉപദേശത്തിൽ നിർമ്മലതയും ഗൗരവവും ആക്ഷേപിച്ചുകൂടാത്ത പത്യവചനവും ഉള്ളവൻ ആയിരിക്കാം. അനുഗ്രഹീതമായ ഈ വചനത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. തീത്തോസിന് എഴുതിയ ലേഖനം കേവലം 3 അധ്യായങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ ലേഖനമാണ്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിൻ്റെ സന്തത സഹചാരിയും സഭയിൽ ഔദ്യോഗികമായി മൂപ്പന്മാരെ നിയമിക്കുമ്പോൾ ഔദ്യോഗിക കൃത്യങ്ങൾ ക്രമീകരിക്കുവാൻ പൗലോസ് അപ്പോസ്തലൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് തീത്തോസിനെയാണ്. ധൈര്യവാനും വിശ്വസ്തനും ആധികാരികമായി കാര്യങ്ങൾ നിർവഹിപ്പാനും കഴിവുണ്ടായിരുന്ന അഭിഷിക്തനായിരുന്ന ഒരു കർത്തൃഭൃത്യനായിരുന്നു തീത്തോസ്. ഇന്ന് ചുരുങ്ങിയ നിലയിലുള്ള ഒരു ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി ഈ ലേഖനത്തിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കുമ്പോൾ പ്രധാനമായി 4 കാര്യങ്ങളാണ് അപ്പോസ്തലൻ ഈ ലേഖനത്തിൽ പ്രാധാന്യം കൊടുത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1, ദൈവസഭകൾക്ക് നേതൃത്വം വഹിക്കുവാൻ നിയോഗിതരാകുന്ന മൂപ്പന്മാർ, എൽഡേഴ്സ്, അവരുടെ ആത്മീയ ഗുണങ്ങൾ, ആത്മീയ യോഗ്യതകൾ ഈ ലേഖനത്തിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നടത്തിപ്പുകാരുടെ, മൂപ്പന്മാരുടെ, അധ്യക്ഷന്മാരുടെ യോഗ്യതയെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മൂപ്പന് കുറ്റമില്ലാത്തവനും ഏകഭാര്യയുള്ളവനും ദുർനടപ്പിൻ്റെ ശ്രുതിയോ അനുസരണക്കേടോ ഇല്ലാത്ത വിശ്വാസികളായ മക്കളുള്ളവനും ആയിരിക്കണം. അധ്യക്ഷൻ ദൈവത്തിൻ്റെ ഗ്രഹവിചാരകൻ ആകയാൽ അനിന്യനായിരിക്കണം. തന്നിഷ്ടക്കാരനും കോപിയും മദ്യപ്രിയനും തല്ലുകാരനും ദുർലാഭമോഹിയും അരുത്. അടുത്തത് മൂപ്പന്മാരുടെ ഗുണങ്ങൾ അവർക്കുണ്ടായിരിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. ഇത്രയും സമയം അവർ ഒഴിവാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചായിരുന്നു. അതിഥിപ്രിയനും സൽഗുണപ്രിയനും സുബോധശീലനും നീതിമാനും നിർമ്മലനും ജിതേന്ദ്രിയനും പത്യോപദേശത്താൽ പ്രബോധിപ്പിപ്പാനും വിരോധികൾക്ക് ബോധം വരുത്തുവാനും ശക്തനാകേണ്ടതിന് ഉപദേശപ്രകാരമുള്ള വിശ്വാസ്യ വചനം മുറുകെ പിടിക്കുന്നവനും ആയിരിക്കണം. ഈ നിലയിൽ സഭകൾക്ക് നേതൃത്വം വഹിക്കുവാൻ നിയോഗിതരാകുന്ന മൂപ്പന്മാർ വർജിക്കേണ്ടതും ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ടതുമായ വളരെ വിശേഷപ്പെട്ട യോഗ്യതകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്തൃഭൃത്യന്മാർ കർത്താവിന് വേലയ്ക്ക് ചുമൽ കൊടുക്കുമ്പോൾ എത്രമാത്രം ശ്രേഷ്ഠമായൊരു പദവിയാണ് വഹിക്കുന്നത്. കർത്താവിൻ്റെ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ ദൈവത്താൽ ആക്കപ്പെടുന്ന ദൈവഭൃത്യന്മാരെക്കുറിച്ച് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്, അതാണ് പരിശുദ്ധാത്മാവിനാൽ കുറിക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള കർത്തൃഭൃത്യന്മാർ ഈ വചനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും വർജിക്കേണ്ടതും ജീവിതത്തിൽ സ്വീകരിച്ച് അനുവർത്തിക്കേണ്ടതുമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതവുമായി ഒന്ന് തുലനം ചെയ്യുമ്പോൾ, ഒരാത്മപരിശോധനയ്ക്ക് ഇന്ന് പകൽ നമ്മെ വിധേയപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ഈ കാര്യത്തിൽ വിശ്വസ്ത പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് സ്വയശോധന ചെയ്യുകയും തിരുത്തലുകൾ ആവശ്യമുള്ള തിരുത്തുവാനും കാത്തു സൂക്ഷിക്കേണ്ടവ സൂക്ഷിക്കുവാനും ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് കൃപ ചെയ്യട്ടെ എന്ന് വിശേഷാൽ പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലൻ പറയുന്ന 2-ാമത്തെ പ്രധാനപ്പെട്ട കാര്യം, സഭയിൽ നുഴഞ്ഞു കയറുന്ന ദുരുപദേശക്കാരെ മിണ്ടാതാക്കണം. ഇതേ അധ്യായം തന്നെ 10-11 വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ വൃഥാവാചാലന്മാരും മനോവഞ്ചകരുമാരും ആയി
വഴങ്ങാത്തവരായ പലരും ഉണ്ടല്ലോ, വിശേഷാൽ പരിച്ഛേദനക്കാർ തന്നെ. അവരുടെ വായ അടയ്ക്കേണ്ടതാകുന്നു. അവർ ദുരാദായം വിചാരിച്ച് അരുതാത്തത് ഉപദേശിച്ചുകൊണ്ട് കുടുംബങ്ങളെ മുഴുവനും മറിച്ചു കളയുന്നു. ഇവിടെ അപ്പോസ്തലൻ തീത്തോസിനോട് വളരെ കൃത്യമായി പറയുകയാണ്, ഫാൾ ടീച്ചേഴ്സ്, ദുരുപദേശകന്മാരെ പ്രത്യേകം ശ്രദ്ധിക്കുകയും അവർ വായടക്കുകയും ചെയ്യണം. അവർ ദൈവസഭകളിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ ചെയ്യുന്ന തിന്മ കൊടിയ തിന്മയാണ്. അവർ വൃഥാവാചാലന്മാരാണ്, മനോവഞ്ചകന്മാരാണ്, വഴങ്ങാത്തവരാണ്. അവരെ ദുരാദായം വിചാരിച്ച് അരുതാത്തത് ഉപദേശിക്കുന്നവരാണ്, കുടുംബങ്ങളെ മുഴുവൻ മറിച്ചു കളയുന്നവരാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സത്യമായ വചനത്തിന് വിരുദ്ധമായി നിൽക്കുകയും സ്വാർത്ഥതയോടെ സ്വന്തം ലാഭത്തിന് വേണ്ടി മാത്രം ചിന്തിക്കുകയും അത് നിർവഹിക്കുകയും ചെയ്യുന്ന വൃഥാവാചാലന്മാരും വഴങ്ങാത്തവരും മനോവഞ്ചകരുമായി എന്ന് അവരെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാൽ അങ്ങനെയുള്ള ദുരുപദേഷ്ടക്കന്മാരെ മിണ്ടാതാക്കണം, അവർ വായടക്കണം എന്ന് തന്നെ കൃത്യമായി അപ്പോസ്തലൻ രേഖപ്പെടുത്തുകയാണ്. നമുക്ക് യോഹന്നാൻ്റെ ലേഖനം 2-ാം അധ്യായം 22-ാം വാക്യത്തിൽ കൃത്യമായി വായിക്കാൻ കഴിയുന്നുണ്ട്, യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം, യേശു ക്രിസ്തു അല്ല എന്ന് നിഷേധിക്കുന്നവനല്ലാതെ കള്ളനാരാ. വളരെ കൃത്യമായ സത്യങ്ങളാണ് അപ്പോസ്തലന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് ദമസ്കോസ് അനുഭവത്തിലൂടെ കർത്താവിനാൽ പിടിക്കപ്പെട്ട് സുവിശേഷത്തിൻ്റെ സാക്ഷ്യം വഹിക്കുവാൻ ദമസ്കോസിന് പടിവാതിലിൽ വെച്ച ദൈവസന്ദർശനത്തിലൂടെ അതിനുവേണ്ടി ഒരുക്കപ്പെടുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് ദമസ്കോസുള്ള യഹൂദന്മാരെ മിണ്ടാതാക്കി. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം, യേശുവാണ് ക്രിസ്തു എന്നത് കൃത്യമായി പഠിപ്പിക്കുന്ന അപ്പോസ്തോലിക ഉപദേശവും അപ്പോസ്തോലികമായ കൃത്യതയാർന്ന നിലപാട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അന്യത ഉപദേശിക്കുന്നവർക്കെതിരെ ശക്തമായ പോരാട്ടം കർത്താവിനുണ്ടായിരുന്നു, അപ്പോസ്തലന്മാർക്കുണ്ടായിരുന്നു. നാം എത്തി നിൽക്കുന്ന 21-ാം നൂറ്റാണ്ടിൽ ദുരുപദേഷ്ടക്കന്മാരുടെ വിളയാട്ടം നടക്കുന്ന ഒരു കാലഘട്ടം നമുക്കറിയാം. തങ്ങൾക്ക് തോന്നുന്നതൊക്കെ പഠിപ്പിക്കുന്ന, ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ വൃഥാവാചാലന്മാരും മനോവഞ്ചകന്മാരുമായി ദുരാദായം ആഗ്രഹിക്കുന്ന, വഴങ്ങാത്തവരായ, കുടുംബങ്ങളെ മറിച്ചു കളയുന്ന, സഭകളെ മറിച്ചു കളയുന്ന, സമൂഹത്തെ ഇളക്കിമറിക്കുന്ന ദുരുപദേഷ്ടക്കന്മാരുടെ ഒരു വലിയ കാലഘട്ടമാണ്. കർത്താവ് തന്നെ മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 21, 22, 23 വാക്യങ്ങളിൽ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല എൻ്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അതിനുശേഷം കള്ളപ്രവാചകന്മാരെക്കുറിച്ചും അത്ഭുതങ്ങൾ, അടയാളങ്ങൾ കർത്താവിൻ്റെ പേരിൽ ചെയ്യുകയും അവരെ കർത്താവിൽ ശുശ്രൂഷിക്കുമെന്ന് പ്രതീതി ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് പറയുന്നത്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുകയും എന്ന് ഞാൻ തീർത്തു പറയും എന്ന് യേശു തന്നെ പറയുകയാണ്. അപ്പം ആത്മീയ ശുശ്രൂഷ മണ്ഡലത്തിൽ തന്നെ ദുരുപദേഷ്ടത്തിൻ്റെ ഒരു വലിയ വേലിയേട്ടം, അത് കർത്താവിൻ്റെ കാലഘട്ടം മുതൽ, അല്ലെങ്കിൽ കർത്താവ് മുന്നറിയിപ്പ് തരുന്ന ഒരു വസ്തുതയായി അപ്പോസ്തലിക കാലഘട്ടം മുതലേ ദൈവഭക്തന്മാർ വളരെ ശ്രദ്ധയോടെ കരുതിപ്പോകുന്ന ഒരു വലിയ കാര്യമാണ്. ഇന്ന് നമുക്കറിയാം അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ വളരെ ധാരാളമായി നിറഞ്ഞു നിൽക്കുന്നു. എവിടെയും നിയന്ത്രണാതീതമായി ദുരുപദേഷ്ടക്കന്മാർ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അത് വ്യക്തികളാകാം, സഭകളാകാം. ദുരുപദേശത്തിനെതിരെ ശക്തമായ വാദഗതിയാണ് തീത്തോസ് ലേഖനത്തിൽ അപ്പോസ്തലൻ പൗലോസ് ഉയർത്തുന്നത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, സത്യോപദേശത്തെ സ്ഥാപിക്കണം എന്ന് അപ്പോസ്തലൻ പറയുകയാണ്. സത്യോപദേശത്തെ സ്ഥാപിക്കണം. നമ്മൾ വായിച്ച ഈ 8-ാം വാക്യത്തിൽ, 2-ാം അധ്യായത്തിൽ 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഉപദേശത്തിൽ നിർമ്മലതയും ഗൗരവവും ആക്ഷേപിച്ചു കൂടാത്ത പത്യോപദേശം, പത്യവചനം ഉള്ളവനും ആയിരിക്കുക. അപ്പോൾ കൃത്യമായ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നവനായിരിക്കണം. ഇത് ജനത്തെ പഠിപ്പിക്കണം, അവരെ ഗ്രഹിപ്പിക്കണം, അനുസരണഭാവത്തിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ സത്യവചനത്തെ പഠിപ്പിക്കുകയും അനുസരണഭാവത്തിൽ ഇത് കൊണ്ടുവരുവാൻ ജാഗരൂകനായിരിക്കാൻ തീത്തോസിനോട് പറയുക മാത്രമല്ല, തീത്തോസ് അന്നത്തെ സഭകളുടെ മൂപ്പന്മാർക്ക് ആ കൃത്യമായ നിർവഹണത്തിന് വേണ്ടിയുള്ള നിർബന്ധപൂർവമുള്ള പഠിപ്പിക്കലുകൾ അവരെ ബോധ്യപ്പെടുത്തണമെന്നും അതിനായിട്ട് അവരെ ശാസിക്കണമെന്നും ഇവിടെ തീത്തോസിനെ പൗലോസ് ചുമതലപ്പെടുത്തുകയാണ്. നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം,
അപ്പോസ്തലൻ പറയുന്നത് ഭൂമിയിലെ ഭരണകർത്താക്കൾക്ക് നാം കീഴടങ്ങിയിരിക്കണം. 3-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങൾ നമ്മളത് വായിക്കുന്നു. വാച്ചുകൾക്കും അധികാരങ്ങൾക്കും കീഴടങ്ങി അനുസരിപ്പാനും സൽപ്രവൃത്തിക്കും ഒരുങ്ങിയിരിപ്പാനും ആരെക്കൊണ്ടും ദൂഷണം പറയാതെയും കലഹിക്കാതെയും ശാന്തന്മാരായി സകല മനുഷ്യരോടും പൂർണ്ണ സൗമ്യത കാണിപ്പാനും അവരെ ഓർമ്മപ്പെടുത്തുക. അപ്പം ഭൂമിയിലെ അധികാര സ്ഥാനങ്ങൾ കീഴടങ്ങിയിരിപ്പാനും അപ്പോൾ തന്നെ സൽപ്രവൃത്തികളിലും അതുപോലെ തന്നെ സൗമ്യതയിലും ഒക്കെ എല്ലാവർക്കും മാതൃകയോടിരിപ്പാനും സമാധാനം കാംക്ഷികളായിരിക്കാനും മൂപ്പന്മാരെയും അതുപോലെ തന്നെ ദൈവസഭയും ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ പൗലോസ് തീത്തോസിലൂടെ. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ഇവിടെ ഈ ലേഖനത്തിൽ ചേർത്തിരിക്കുന്ന 4 കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ 2-ാം അധ്യായം പഠിച്ചാൽ നമുക്ക് വെളിപ്പെടുവാനിരിക്കുന്ന ആ പ്രത്യാശയെക്കുറിച്ച് കൃത്യമായി അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടി ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. അപ്പോൾ രക്ഷാകരമായ ദൈവകൃപ നമുക്ക് ഉദിച്ചു എന്നും നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് കാത്തിരിക്കുകയാണ്. മഹാദൈവവും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയാണ് നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്. അപ്പോൾ വരുംകാല പ്രത്യാശയെക്കുറിച്ചും അതിനുവേണ്ടി കാത്തിരിക്കാനും പ്രപഞ്ചമോഹങ്ങളെ വർജിച്ച് സുബോധശീലമുള്ളവരായി ദൈവദിനത്തിൽ അധിഷ്ഠിതമായി വിശുദ്ധയിൽ നയിക്കുവാനും സഭയെ ആഹ്വാനം ചെയ്യുന്ന ഒരു വലിയ കർത്തവ്യബോധം കൂടെ തീത്തോസ് ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് രാവിലെ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. അനുഗ്രഹീതമായ ഒരു ജീവിതത്തിനായി നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ശുശ്രൂഷ വൃന്ദം അവരുടെ ആത്മീയ യോഗ്യതകൾ പാലിച്ച് മുന്നോട്ട് പോകുവാൻ പ്രതിജ്ഞാബദ്ധത ഉണ്ടാകണം. എവിടെയെങ്കിലുമൊക്കെ ജീവിതത്തിലോ ഉപദേശത്തിലോ അയവ് സംഭവിക്കുന്നെങ്കിൽ കൃത്യതയോടെ വചനത്തിൻ്റെ പത്യോപദേശത്തിലേക്ക് മടങ്ങി വരുവാനുള്ള ആഹ്വാനം ദൈവഭൃത്യന്മാർ ഒന്നാമതായി ഏറ്റെടുക്കണം എന്നത് ഇവിടെ വളരെ പ്രസ്താവ്യമാണ്. ദുരുപദേശങ്ങൾ വർദ്ധിക്കുന്ന കാലഘട്ടത്തിൽ സത്യോപദേശത്തിന് വേണ്ടി നിൽക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. സത്യോപദേശം പഠിപ്പിക്കുവാനും അത് കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യമാക്കി കൊടുക്കുവാനും, കൺവിൻസിംഗ്ലി ഇൻഫോമിങ് എന്ന് പറയാം, കൃത്യമായി ബോധ്യമാക്കി കൊടുക്കാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ്. അതുപോലെ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിപ്പാനും അതുപോലെ തന്നെ ശ്രേഷ്ഠാധികാരങ്ങളെ ബഹുമാനിക്കുവാനും കഴിയുന്ന ഒരു നിലപാട് ഈ വചനത്തിലൂടെ ദൈവം നമുക്കെല്ലാവർക്കും നൽകട്ടെ. ആ വചനത്തെ ശിരസാവഹിക്കാം. അനുഗ്രഹീതമായ ഒരു ജീവിതത്തിനായി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.